നമസ്കാരം. പൊന്ന് സാറന്മാരെ തൊപ്പി തെറിപ്പിക്കരുത്, മക്കൾക്കിടെ കഞ്ഞുകുടി മുട്ടിക്കരുത്. എല്ലാം ചെയ്യിപ്പിച്ചത് ആ ദുഷ്ടനാണ്. അയാൾ ഒറ്റ ഒരുത്തനാണ് ഞങ്ങളെ കൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ചെയ്യിപ്പിച്ചത്. ദയവായി തൊപ്പി തെറിപ്പിക്കരുത്, കഞ്ഞുകുടി മുട്ടിക്കരുത്. സതീശൻ സാറിനോടുള്ള ഒരു അഭ്യർത്ഥനയാണ്. രക്ഷാപ്രവർത്തനം നടത്തി എന്നുള്ളതിന്റെ പേരിൽ മുൻ മുഖ്യമന്ത്രിയായ പിണറായി വിജയനെ കരിങ്കൊടി കാണിച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെയും KSU പ്രവർത്തകരെയും വലിയ മുളവടി കൊണ്ടും ലാത്തി കൊണ്ടും ചെടിച്ചട്ടി കൊണ്ടും തല തല്ലിപ്പൊളിച്ച ജീവൻ രക്ഷാ പ്രവർത്തനത്തിൽ കേസ് ഡയറി വരെ മാറ്റി എഴുതിയ ഗ്രേഡ് SIമാരുടെ പരിദേവനങ്ങളാണ് വാർത്തയുടെ ആമുഖത്തിൽ പറഞ്ഞത്. ഞങ്ങളെ കൊണ്ട് ഇതെല്ലാം ചെയ്യിച്ചത് അയാൾ ഒറ്റൊരുത്തനാണ്. മുൻ ADGP ആയ MR അജിത് കുമാറിനെ കുറിച്ചാണ് ഗ്രേഡ് SIമാർ ഇതുപോലെ SITക്ക് മൊഴി നൽകിയിരിക്കുന്നത്. ആലപ്പുഴയിൽ മുൻ മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ നവകേരള സദസ്സ് യാത്രയോടനുബന്ധിച്ച് ആലപ്പുഴയിൽ നവകേരള ബസ് കടന്നു പോകുമ്പോൾ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും KSU പ്രവർത്തകരും പിണറായി വിജയന്റെ ധൂർത്തിനും അഴിമതിക്കുമെതിരെ കരിങ്കൊടി പ്രതിഷേധ പ്രകടനം നടത്തിയിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ ആലപ്പുഴ MLA ആയ AD തോമസ് അടക്കമുള്ള ആളുകളെ അന്ന് മുഖ്യമന്ത്രിയുടെ ഗൺമാൻ അനിൽകുമാർ അടക്കമുള്ള 5 പോലീസ് ഉദ്യോഗസ്ഥർ അകാരണമായി അനധികൃതമായി വലിയ മുളവടി കൊണ്ടും ലാത്തി കൊണ്ടും തലയ്ക്കടിച്ച് മൃതപ്രായരാക്കി മാറ്റുന്ന കാഴ്ചയാണ് അന്ന് കേരളം മുഴുവൻ, ലോകം മുഴുവൻ ദൃശ്യമാധ്യമങ്ങളിലൂടെ കണ്ടറിഞ്ഞത്. നുണയന്മാരുടെ രാജാവെന്ന് പേരുകേട്ട മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ അത്തരം അധമ പ്രവൃത്തികളെ ന്യായീകരിച്ചത് അത് ജീവൻ രക്ഷാ പ്രവർത്തനമായിരുന്നു എന്നാണ്. അതായത് മുഖ്യമന്ത്രിയുടെ നവകേരള ബസ് കടന്നു പോകുമ്പോൾ കരിങ്കൊടിയുമായി പാഞ്ഞെടുത്ത ആളുകൾ ബസ് കയറി മരിക്കണ്ട എന്ന് കണക്കാക്കി മുഖ്യമന്ത്രിയുടെ അംഗരക്ഷകന്മാർ പിടിച്ചു മാറ്റുന്നതാണ് കണ്ടത്. ഞാൻ ആ ബസിന്റെ മുൻപിൽ ഇരിക്കുന്നുണ്ടായിരുന്നു എന്നൊക്കെ കേരളത്തോടും പൊതുസമൂഹത്തോടും നുണ പറഞ്ഞ ഒരു മുഖ്യമന്ത്രി എന്ന ഖ്യാതി കൂടി പിണറായി വിജയനുണ്ട്. എന്നാൽ ഭരണം മാറി VD സതീശൻ മുഖ്യമന്ത്രി ആയി കഴിഞ്ഞപ്പോൾ മുൻ മുഖ്യമന്ത്രിയായ പിണറായി വിജയന്റെ നരനായാട്ടിനെതിരെ കേസെടുക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് പിണറായി വിജയന്റെ നവകേരള സദസ്സ് നടന്നു പോകുമ്പോൾ കരിങ്കൊടി പ്രതിഷേധം നടത്തിയ KSU പ്രവർത്തകർക്കെതിരെ അന്ന് മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയന്റെ ഗൺമാന്മാർ അഴിച്ചുവിട്ട ആക്രമണത്തിനെതിരെ കേസെടുക്കണം, അതിൽ പ്രഥമ ദൃഷ്ട്യാ കുറ്റകൃത്യം കാണുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ആലപ്പുഴ സെഷൻസ് കോടതി ആഭ്യന്തര വകുപ്പിന് അയച്ച ആ ഉത്തരവ് പൂത്തിവെച്ച പിണറായി വിജയന്റെ ആ ഉത്തരവ് വീണ്ടും VD സതീശൻ മുഖ്യമന്ത്രി ആയപ്പോൾ പൊക്കിയെടുക്കുകയായിരുന്നു, അന്വേഷണം പ്രഖ്യാപിക്കുകയായിരുന്നു. അന്വേഷണത്തിന് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം രൂപീകരിച്ച് അന്വേഷണം നടക്കുമ്പോൾ അന്നത്തെ ആ കേസ് അട്ടിമറിക്കുന്നതിന് വേണ്ടി കേസ് ഡയറിയിൽ വരെ തിരുത്തൽ നടത്തിയത് മുൻ ADGP ആയിരുന്ന MR അജിത് കുമാറിനായിരുന്നു. മുഖ്യമന്ത്രിക്ക് വേണ്ടി എന്ത് വിടുപണിയും ചെയ്തുകൊണ്ടിരുന്ന പോലീസിന് തന്നെ കളങ്കമായിരുന്ന ക്രമസമാധാന ചുമതലയുണ്ടായിരുന്ന ഒരേ ഒരു ADGP MR അജിത് കുമാറിനാണ് വഴിവിട്ട ചില നീക്കങ്ങൾ നടത്തി അദ്ദേഹത്തിന്റെ ഓഫീസിൽ 2 ഗ്രേഡ് SIമാരെ ഉപയോഗിച്ചുകൊണ്ട് ആലപ്പുഴയിൽ നടന്ന രക്ഷാപ്രവർത്തനത്തെ അടിച്ചൊതുക്കിയ ജീവൻ രക്ഷാ പ്രവർത്തനത്തെ അടിച്ചൊതുക്കിയ മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ ഗൺമാനായ അനിൽകുമാർ അടക്കമുള്ള 5 ഉദ്യോഗസ്ഥരെ രക്ഷിക്കുന്നതിന് വേണ്ടി കേസ് ഡയറിയിൽ തിരിമറി നടത്തിയത്. കേസ് ഡയറി വരെ മാറ്റി മറിച്ച് അതിൽ ഇല്ലാത്ത വസ്തുതകൾ എഴുതി ചേർത്ത് ഗൺമാൻ അടക്കമുള്ള ആളുകളെ രക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കം നടത്തിയത്. ഇത് ADGP MR അജിത് കുമാർ പറഞ്ഞിട്ടാണ് എന്നുള്ളതാണ് ADGPയുടെ ഓഫീസിലെ 2 ഗ്രേഡ് SIമാർ ഇപ്പോൾ SITക്ക് മൊഴി നൽകിയത്. തൊപ്പി തെറിപ്പിക്കരുത്, ADGP MR അജിത് കുമാർ പറഞ്ഞതിന്റെ പേരിൽ മാത്രമാണ്, അവിടെ നിന്ന് അത്തരത്തിലൊരു ഭീഷണി ഉണ്ടായതിന്റെ പേരിൽ മാത്രമാണ് ഞങ്ങൾക്ക് അത് ചെയ്യേണ്ടി വന്നത്, അത് നിയമപരമാണ് എന്നാണ് ഞങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചത് എന്നാണ് SITക്ക് മുന്നിൽ മൊഴി നൽകിയ ഗ്രേഡ് SIമാർ പറഞ്ഞത്. എന്തായാലും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ സീരിയസ് ബോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണം നേരിടുമ്പോൾ ആ അന്വേഷണത്തിൽ നിന്ന് മകളെ രക്ഷിക്കുന്നതിന് വേണ്ടി RSSന്റെ ചുമതലയുണ്ടായിരുന്ന, RSSന്റെ ദേശീയ സെക്രട്ടറി ആയിരുന്ന, കേരളത്തിന്റെ ചുമതലയുണ്ടായിരുന്ന ദത്താത്രേയ ഹൊസബളയെ ADGP MR അജിത് കുമാർ മുഖ്യമന്ത്രിക്ക് വേണ്ടി പോയി കാണുകയും അങ്ങനെ കേരളത്തിൽ നിന്ന് ഒരു MP ജയിപ്പിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു BJPയുടെ ഒരു MP ജയിപ്പിച്ച് വിടുകയാണെങ്കിൽ മകളുടെ സീരിയസ് ബോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണം കുറെ നാളത്തേക്ക് മരവിപ്പിക്കാം എന്നൊരു വാഗ്ദാനം നൽകിയതിന്റെ പേരിലാണ് തൃശൂർ പൂരം കലക്കി സുരേഷ് ഗോപിയെ തൃശൂരിൽ നിന്നും ജയിപ്പിച്ചത്. അതിന്റെ പിറകിൽ കൃത്യമായ ഒരു ഗൂഢാലോചന ഉണ്ടായിരുന്നു എന്ന് മുഖ്യമന്ത്രിയുടെ പാർട്ടിയായ CPMന്റെ ഘടകകക്ഷിയായ CPI തന്നെ നേരത്തെ പരാതിപ്പെട്ടിട്ടുണ്ടായിരുന്നു.
അങ്ങനെ മുഖ്യമന്ത്രിക്ക് വേണ്ടി എന്ത് തരത്തിലുള്ള വിടുപണിയും ചെയ്യുന്നതിന് വേണ്ടി കച്ചകെട്ടി ഇറങ്ങിയ ഒരു ഉദ്യോഗസ്ഥനായിരുന്നു ADGP MR അജിത് കുമാർ. അദ്ദേഹം വിരമിക്കുന്നതിന് ഇനി കേവലം 1.5 വർഷം മാത്രമാണ് സർവീസ് ഉള്ളത്. എന്നാൽ ഈ 1.5 വർഷത്തിനുള്ളിൽ DGP ആയി വിരമിക്കണം എന്നുള്ള ഒരു ആഗ്രഹം കൊണ്ട് കൂടി തന്നെയാണ് പിണറായി വിജയൻ പറയുമ്പോൾ എല്ലാ കാര്യങ്ങളും പിണറായി വിജയന് വേണ്ടി അനധികൃതമായി ADGP MR അജിത് കുമാർ ചെയ്തു കൊടുത്തത് എന്നുള്ളതാണ് പറയാൻ കഴിയുക. മുഖ്യമന്ത്രി നിൽക്കാൻ പറഞ്ഞാൽ ഇരിക്കുകയും, ഇരിക്കാൻ പറഞ്ഞാൽ കിടക്കുകയും, കിടക്കാൻ പറഞ്ഞാൽ ഉരുളുകയും ചെയ്യുന്ന അതിവിധേയത്വമുള്ള ഒരാളായിരുന്നു സേനയ്ക്ക് തന്നെ കളങ്കമുണ്ടാക്കി ADGP MR അജിത് കുമാർ എന്നുള്ളതാണ് പല അന്വേഷണങ്ങളിലൂടെയും പുറത്തു വന്നിരിക്കുന്നത്. എന്തായാലും ADGP MR അജിത് കുമാറിന് അദ്ദേഹത്തെ 1.5 വർഷത്തെ കാലയളവിനുള്ളിൽ സസ്പെൻഷൻ അടക്കമുള്ള നടപടികൾ നേരിടേണ്ടതായി വരും. ഒരുപക്ഷെ സർവീസിൽ നിന്ന് ഡിസ്മിസ് ചെയ്യാനുള്ള സാധ്യതകൾ വരെ കാണുന്നുണ്ട്. അദ്ദേഹത്തിന്റെ തൊപ്പി തെറിക്കും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പിണറായി വിജയൻ എന്ന ഏകഛത്രാധിപതിക്ക് കുഴലൂതിക്കൊണ്ട് പിണറായി വിജയന് വേണ്ടി എന്ത് വിടുപണിയും ചെയ്ത് നിയമരാഹിത്യം നടത്തിയ AD അജിത് കുമാറിന് ഇപ്പോൾ ആലപ്പുഴയിൽ നടത്തിയ രക്ഷാപ്രവർത്തനത്തിന്റെ പോലീസ് റെക്കോർഡുകൾ വരെ, പോലീസ് ഡയറി വരെ തിരുത്തി കുറിച്ച് എഴുതുന്നതിന് വേണ്ടി ഗ്രേഡ് SI-മാരെ സമ്മർദ്ദം ചെലുത്തി അവരെ കൊണ്ട് വഴിവിട്ട പ്രവൃത്തി നടത്തിച്ചു എന്നുള്ളതിന് കൃത്യമായ തെളിവുകൾ SITക്ക് മുന്നിൽ ആ ഗ്രേഡ് SI-മാർ ADGP MR അജിത് കുമാറിനെതിരെ മൊഴി നൽകിയിരിക്കുന്നു. അക്ഷരാർത്ഥത്തിൽ ADGP MR അജിത് കുമാറിന്റെ തൊപ്പി തെറിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല ഇതിൽ ഇടപെട്ടിട്ടുണ്ട്. മുഖ്യമന്ത്രി VD സതീശൻ നേരിട്ട് തന്നെയാണ് ആലപ്പുഴയിൽ നടന്ന രക്ഷാപ്രവർത്തനത്തിന്റെ കേസുകൾ തുടരന്വേഷണത്തിന് വേണ്ടി വിട്ടത്. എന്തായാലും ADGP MR അജിത് കുമാറിന്റെ തൊപ്പി തെറിക്കും എന്നുള്ള കാര്യത്തിൽ ഏതാണ്ട് തീരുമാനമായിരിക്കുന്നു. പെൻഷൻ പോലും കിട്ടാത്ത തരത്തിലേക്ക് ADGP അജിത് കുമാർ 1.5 വർഷത്തെ കാലാവധി പൂർത്തിയാക്കി സസ്പെൻഷനിലാകും, അവിടെ നിന്ന് ഡിസ്മിസിലാകും എന്നാണ് പറയുന്നത്. എന്തായാലും എന്താണ് ഇക്കാര്യത്തിൽ സംഭവിക്കുക എന്നുള്ളത് നമുക്ക് കണ്ടറിയാം, കാത്തിരിക്കാം.